ചിപ്പുവാരാ? കുട്ടികൾ പോയത് ശരത്ത് ചോദിച്ചു. ചിപ്പുവാരുടെ വീട്ടിലെ പട്ടിക്കുട്ടിയാ. ആർച്ച ഷൂസ് മൊത്തത്തിലൊന്ന് നോക്കി. ഓ, അപ്പൊ പട്ടി എടുത്തുകൊണ്ടുപോയത് തന്നെയാണല്ലേ? ഗ്രീഷ്മ പറഞ്ഞു. പാവം, പട്ടി എടുത്തുകൊണ്ടുപോയതിന് കുട്ടിയെ എല്ലാവരും സംശയിച്ചു. ശരത്തിന് കുറ്റബോധം കൊണ്ട് മനസ്സ് വിങ്ങി. ഗ്രീഷ്മ ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു. ഭരത് തലക്കടിച്ച്. ഛേ, ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയാണല്ലോ താൻ. വേണ്ടായിരുന്നു. അവന്റെ തല കുരിഞ്ഞു. ഷൂസ് ചാളിയിൽ മുങ്ങിയതിലും കൂടുതൽ അവന്റെ വിഷമം ആർച്ചയെ തെറ്റിദ്ധരിച്ചതിലാണ്. ആരു? ക്ഷമ ചോദിക്കാതെ സമാധാനം കിട്ടില്ലെന്ന് തോന്നിയതും അവൻ പതിയെ വിളിച്ച്. ഛേ, അങ്ങോട്ട് ശരിയായില്ല. ഇതിനാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇതെടുത്ത് അതിന് മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്ത്. ഈ പട്ടിക്ക് ഇതൊന്നും മര്യാദ കടിക്കാൻ പോലും അറിയില്ലേ. ആമൂലിടോ, ഇതിനും ഭേദം നമ്മുടെ നാടൻ പട്ടികളായിരുന്നു. ഷൂസ് തിരിച്ചു മറിച്ച് നോക്കി ആർച്ച നിരാശയോടെ പറയുന്ന കേട്ടത് 3 പേരും കണ്ണും തള്ളി അവളെ നോക്കി. ഭരത്ത് തളർച്ചയോടെ മതിലേക്ക് ചാരി നിന്നു. എന്റെ ദേവിയെ, എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? ഭരത്ത് നെടുവീർപ്പെട്ടു. എല്ലാവരോടും പറഞ്ഞതാ ചുമ്മാ കൊച്ചിനെ കയറി ചൊറിയണ്ടാന്ന്. അപ്പൊ ഇപ്പൊ 1.5 ടെററായല്ലോ. ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യാതെ ചെക്ക. പായസത്തിൽ നിന്ന് കോൺസെൻട്രേഷൻ പോകും. കൃത്യസമയത്ത് വിളികേട്ട ദേവി കണ്ണുരുട്ടി. ഇനി എന്നെ ചൊറിയാവുന്നാലേ കുഞ്ഞിരാമൻ ചേട്ടനുണ്ടാകുന്ന നഷ്ടത്തിന്റെ വലിപ്പം കൂടും. താൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇനിയും ഞെട്ടാൻ ഭാര്യമൊന്നും ബാക്കിയില്ലാത്ത ഭരത്തിന്റെ കയ്യിലേക്ക് അവൾ ഷൂസ് പിടിപ്പിച്ചു. അല്ല, നീ ഇതെപ്പോഴാണ് അടിച്ചു മാറ്റിയത്? ഭരത്തിന്റെ മനസ്സിൽ വരുന്ന ചോദ്യം അതുപോലെ ശരത്ത് ചോദിച്ചു കഴിഞ്ഞിരുന്നു. കുളത്തിലിട്ടതിന് കുഞ്ഞിരാമൻ എന്ത് പണിയെടുക്കാന്ന് ആലോചിച്ചുകൊണ്ട് കയറി വന്നപ്പോഴാണ് ഷൂസ് കണ്ണിപ്പെട്ടത്. അതെടുത്ത് ഒളിപ്പിക്കാൻ ആദ്യം തോന്നിയത്. പക്ഷെ ആ സമയത്ത് കൃത്യമായിട്ട് ചിപ്പ് മുന്നിൽ വന്ന് ചാടി. അതും കൊടുത്ത് അവനെ പാടത്തുകൊണ്ട് വിട്ടു. ഞാൻ വേറൊന്നും ചെയ്തില്ല, ആർച്ച നിസ്സാരമായി പറഞ്ഞു. ഇത്രയും ചെയ്തിട്ട് നിനക്ക് മതിയായില്ല അല്ലേ? ഭരത് കണ്ണുരുട്ടി. ആർച്ച മനോഹരമായി പുഞ്ചിരിച്ചില്ലെന്ന് ചുമൽ കൂച്ചി കാണിച്ചു. കുഞ്ഞിരാമേട്ട ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്ക്. ഇതൊക്കെ ഒരു ഹൊററല്ലേ? മസിലിന് ഇച്ചിരി പോഷണവും കിട്ടട്ടെ. അവന്റെ ഷർട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച് ആർച്ച തലയിരിച്ച് അവനെ നോക്കി. നല്ല ക്ഷീണം കാണുമല്ലേ? ഒരു കാര്യം ചെയ്യ്, കുഞ്ഞിരാമേട്ട വൃത്തിയായി കഴിഞ്ഞ് പത്മാൻഡിയോട് ഒരു കപ്പ് ബൂസ്റ്റ് തരാൻ പറ. എനർജി കിട്ടാൻ നല്ലതാ. അതും കുടിച്ചൊന്ന് റെസ്റ്റ് എടുക്ക്. നടത്താൻ നമുക്ക് വൈകിട്ടാക്കാം. നീയേ? ഷോൾഡർ 2 തട്ടിട്ട് ചോദിക്കുന്ന ആർച്ചയെ നോക്കി കണ്ണുരുട്ടി ഭരത്ത്. ഇതിലും വലിയ പണി ഞാൻ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടോടി. വെല്ലുവിളിയോട് അത് പറഞ്ഞു ആർച്ച പൊട്ടിച്ചിരിച്ചു. ഉവ്, പട്ടിക്കല്ലേ ഞാൻ ചട്ടിത്തലേന്ന് പേടാൻ പോകുന്നു. ആ പേര് ഏത് പട്ടി കിട്ടാനും ആ പട്ടിയെ ഓടിച്ചിട്ട് കടിക്കും. ചട്ടിത്തലേൻ. ഉരുളക്ക് ഉപ്പേരി പോലെ ആർച്ചയുടെ മറുപടി വന്നു. അവൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു. അയ്യോ, അതിനെ ചെന്ന് ഞാൻ ചുച്ചു മന ചട്ടിത്തലയാന്നൊക്കെ വിളിക്കുന്ന കാര്യം ഓർക്കുമ്പോ. പൊട്ടിച്ചിരിക്കുന്ന ആർച്ചയെ കാണെ പുറത്തേക്ക് കുതിക്കാൻ ഒരുങ്ങിയ ചിരി ഗ്രീഷ്മ കടിച്ചു പിടിച്ച് നിന്നു. ഉണ്ണിയാർച്ചേ! ഭരത്ത് പല്ല് കടിച്ചു. ചിരിച്ചു നിറഞ്ഞ കണ്ണു തുടച്ച ആർച്ച അവനെ നോക്കി. പോട്ടെ കുഞ്ഞിരാമ. പല്ല് കടിച്ച് ചിരി നിയന്ത്രിച്ച് യാത്ര പറഞ്ഞു ആർച്ച. ഇടയ്ക്ക് കണ്ണു തുടച്ച് കുലുങ്ങി ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആർച്ചയെ നോക്കി ഭരത്ത് തലയിൽ കൈവച്ച്. ഗ്രീഷ്മ ശരത്തിനെ നോക്കി. മതിലിൽ കൈവച്ച് അതിൽ മുഖം അമർത്തി ഒരു കൈ ഇടുപ്പിൽ വെച്ച് നിൽക്കുന്നുണ്ട്. ശരത്തേട്ടാ? ഗ്രീഷ്മ അവനെ തട്ടി വിളിച്ചു. കണ്ണു തുടച്ച് അവൻ പതിയെ തിരിഞ്ഞു നോക്കി. എന്തിനാ ശരത്തേട്ട കരയുന്നേ? ഭരത്തിന് നിൽപ്പ് കണ്ടതും അവൻ വീണ്ടും വയറുപുത്തി പിടിച്ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചിരിച്ച് ശരത്തിന്റെ ശ്വാസം വിളങ്ങി. അവിടെ പട്ടിയെ ചട്ടിത്തലേന്ന് വിളിക്കുന്ന സീന് നീയൊന്ന് ആലോചിച്ച് നോക്കിണ്ടെങ്കിൽ. അതും പറഞ്ഞ് വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിക്കുന്ന ശരത്തിനെ കണ്ട് ഭരത്തിന് പോലും ചിരി പൊട്ടി. ഇനിയും നിന്ന ചിരി തൊണ്ടയിൽ കുരുങ്ങി താരങ്ങാനും തട്ടിപ്പോയാലോന്ന് പിടിച്ച് ഗ്രീഷ്മ കയറ്റി തള്ളിത്തുറന്ന് ഉള്ളിലേക്ക് ഓടി. പുറകെ ഭരത്തിന്റെ ചുമലിലും തട്ടി ശരത്തും. കയ്യിലിരിക്കുന്ന ഷൂസ് ആർച്ചു പോകുന്ന വഴി നോക്കിയ ഭരത്തിന്റെ മുഖത്തൊരു ചിരി വിടർന്നു. കേറുമ്പി. തലയെന്ന് കുടഞ്ഞവൻ ചിരിച്ചു. എന്താ ഭരത് പ്രശ്നം? ചോദ്യം കേട്ടവൻ തിരിഞ്ഞു നോക്കി. ഗേറ്റിനടുത്ത് നിൽക്കുന്ന കിച്ചുവിനെ കണ്ട് അവനും ചിരിച്ചു. എന്തു പ്രശ്നം? ഒന്നുമില്ലല്ലോ. ഭരത്തിന് മറുപടി കിച്ചുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞൊടിയിടയിൽ മങ്ങലേറ്റ മുഖഭാവം വിളിച്ചു പറഞ്ഞു. അല്ല, 4 പേരൂടെ നിൽക്കുന്നുണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. പിന്നെ താൻ ആർച്ചയെ വെല്ലുവിളിക്കുന്നു കേട്ടു. ഞാൻ കരുതി എന്തോ പ്രശ്നമുണ്ടെന്ന്. മുഖത്ത് വരുത്തി കൂട്ടിയ ചിരിയോട് അവൻ പറഞ്ഞു. അവളുടെ സ്വഭാവം വെച്ച് അവൾ മറ്റുള്ളവർക്കൊരു ശല്യ. ഈ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ ഞങ്ങൾ ബ്രേക്കപ്പ് ആയത്. എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാനാ ആൾ വീട്ടിലന്ന് ഇഷ്യൂ ഉണ്ടാക്കിയത്. കിച്ചു പറയുന്നത് മുഴുവൻ ഭരത് ചിരിയോടെ കേട്ട് നിന്നു. ആരൊറ്റ കാര്യം കൊണ്ട് ഞാനിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ മോശക്കാരനായി. അല്ലാതെ പാതിരാത്രി വെള്ളടിച്ച് അവൾ വിളിച്ച് അനാവശ്യം പറഞ്ഞിട്ടല്ല അല്ലേ? മീശ വിരിച്ച് താടി തടവി തല ഒരൽപ്പം ചരിച്ച് തന്നെ നോക്കുന്ന ഭരത്തിന്റെ മുഖഭാവം കിച്ചുവിന് പുതിയതായിരുന്നു. എന്നെ കണ്ട ഒരു മന്ദബുദ്ധിയാണെന്ന് തോന്നുന്നുണ്ടോ കിച്ചുമോന്? കിച്ചുവിന്റെ ഷർട്ട് പിടിച്ച് നേരിട്ട് ഭരത്ത്. കിച്ചു ഇല്ലെന്ന് തലയാട്ടി. ഗുഡ്. ഇനി അഥവാ ഉണ്ടെങ്കിലും
എനിക്ക് പ്രശ്നമില്ല. കാരണം നിന്റെ ബുദ്ധിയും വിവരവും ചിന്തയും പ്രവൃത്തിയൊക്കെ എത്രത്തോളം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഭാഗത്ത് നിന്ന് ആ ലെവലുള്ള കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനും എൻ്റെ ഉണ്ണിയാർച്ചയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഇടയിൽ തീരാത്തതാണെങ്കിൽ അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബമുണ്ട്. കിച്ചുമോൻ അങ്ങനെ കുളം കലക്കി മീൻ പിടിക്കണ്ട, മനസ്സിലായോടാ? കിച്ചു അറിയാത്തന്നെ തലയാട്ടിപ്പോയി. അവൻ്റെ മനസ്സിൽ ഭരത്ത് പറഞ്ഞ എൻ്റെ ഉണ്ണിയാർച്ച മാത്രം പച്ചകുത്തിയതുപോലെ കിടന്നു. പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അത് അവിടെ തന്നെ കാണും. ഗേറ്റ് അടക്കുമ്പോൾ ഭരത് കിച്ചുവിനെ ഒന്ന് പാളി നോക്കി. എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കുന്നുണ്ട്. പ്രണയാണെന്ന് പറഞ്ഞൊരു പെണ്ണിനെ പറ്റിച്ചും പോരാ, ഒരവസരം കിട്ടിയപ്പോൾ ആ പെണ്ണിനെ വാക്കുകൾ കൊണ്ട് അപമാനിക്കുന്നു. ഇത്തിരി സമയം നിന്ന് പുകയട്ടെ. ഗേറ്റ് അടച്ച് ഭരത് ചെറുചിരിയോടെ വീട്ടിലേക്ക് നടന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഗ്രീഷ്മയും ശരത്തും പത്മയോട് രാമചന്ദ്രനോട് സംസാരിക്കുന്ന അവൻ കേട്ടു. രാവിലെ ആർച്ചയുടെ വീട്ടിലുണ്ടായതും ഇപ്പൊ പുറത്ത് നടന്നായിരിക്കുന്ന അവൻ ഊഹിച്ചു. അവൻ പുറത്തുനിന്ന് തന്നെ കാതോർത്തു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ശബ്ദമൊന്നും വരാത്ത കാരണം ഭരത് ഉള്ളിലേക്ക് എത്തി നോക്കി. അമ്മ മുഖം കൈകളിൽ താങ്ങി മുന്നോട്ടാഞ്ഞിരിക്കുന്നുണ്ട്. ഏട്ടൻ സോഫയിൽ കിടക്കുന്നു. ശരത്തിന്റെ പുറത്ത് മുഖം അമർത്തി ഗ്രീഷ്മയും. പത്മ പെട്ടെന്ന് മുഖം തുടച്ച് ഗൗരവം ഭാവിച്ചിരുന്നു. പല്ലു രണ്ടും കൂട്ടിപ്പിടിച്ച് ശക്തമായി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആരെങ്കിലും ഒന്ന് തുമ്മിയ വേണേൽ പൊട്ടിച്ചിരിക്കും ആ അവസ്ഥ. ശരത്തും ഗ്രീഷ്മയും കൂടെ എഴുന്നേറ്റിരുന്ന എല്ലാവരും അവനെ നോക്കി. അവൻ തിരിച്ച് രൂക്ഷമായി നോക്കി. അടുത്ത നിമിഷം അവിടെ ഒരു പൊട്ടിച്ചിരി ഉയർന്നു. എന്നാലും നീ എന്തിനാണ് അവിടെ മുറി കയറിയത്? വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ ശരത്ത് പെട്ടെന്ന് ചോദിച്ചു. മുകളിലെ ബാൽക്കണിയിലായിരുന്നു രണ്ടുപേരും. അതോ ഞാൻ മുകളിൽ ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയതാ. അവിടെ മുറിയുടെ ഡോറിൽ തട്ടാൻ തുടങ്ങിയതാ. അപ്പോഴാതെ ഡോർ തുറന്നങ്ങ് പോകുന്നു. നോക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് കിടന്നുറങ്ങുക. വാതിലിന് ചെറുതായി മുട്ടിയതും അറിഞ്ഞിട്ടില്ല, തുറന്നതും അറിഞ്ഞില്ല. ഇനി അറിഞ്ഞിട്ടും മടി പിടിച്ച് കിടന്നാണ് എന്തോ. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്ന പോലെ ബേബി ഉണ്ണിയാർച്ച. തലയിലും തലോടിയപ്പോൾ കൈ പിടിച്ച് ലവ് യു അച്ചാന്ന്. ഭരത് ഏതോർമ്മയിലെന്ന പോലെ ചിരിച്ചു. അവിടെ തട്ടിത്തടഞ്ഞു നിന്നോ? ശരത്തൊരു ചിരിയോടെ അവനെ നോക്കി. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. പ്രണയെന്ന് വിളിക്കാനും പറ്റില്ല. എന്നാൽ ഒരു ഇത്തിരി ഇഷ്ടക്കൂടുതലില്ലെന്ന് പറയാനും പറ്റില്ല. നീ ഇതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടാ. കയ്യിൽ നിന്ന് കപ്പ അവനും തിരിച്ചു. ശരത്ത് തലയാട്ടി. അമ്മക്ക് അതിനൊരു താല്പര്യമുണ്ട്. അമ്മക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും. ശരത്ത് പതിയെ പറഞ്ഞു. ഭരത് പുഞ്ചിരിയോടെ കപ്പ് ചുണ്ടോടി ചേർത്തു. ചട്ടിത്തലയ എന്നുള്ള വിളി വർഷങ്ങളായി തന്നെ അസ്വസ്ഥനാക്കുന്ന ഒന്നായിരുന്നു. അതിനു മുകളിൽ ചിരിയുടെ അലകൾ തീർത്തവൾ അതിനെ നിസ്സാരമാക്കിയിരിക്കുന്നു. ചുമ്മാതല്ല, പ്രേമത്തിന് കണ്ണുമൂക്കും വായും ചെവിയൊന്നും ഇല്ലെന്ന് പറയുന്നു. ഇതല്ലേ അവസ്ഥ. കിളി പോയി നിശ്ചരിക്കുന്ന ഭരത്തിനെ നോക്കി ശരത്ത് പിറുവിറുത്തു.